പത്മ പത്മ ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചിക്ക. നിങ്ങൾ എന്നെ എടി പത്മേന്നൊക്കെയല്ലേ വിളിച്ചോണ്ടെന്ന്? ഇതിപ്പോ എന്ന് മുതലാ പത്മ ഒക്കെ വിളിക്കാൻ തുടങ്ങിയേ? നമ്മളെ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിനപ്പുറത്തെ ആ ടെക്സ്റ്റൈൽസിന്റെ പേരെന്തായിരുന്നു? കണ്ണങ്കാട്ട് ടെക്സ്റ്റൈൽസ്, സുബേറിന്റെ. കണ്ണങ്കാട്ട് ടെക്സ്റ്റൈൽസ്. അവിടുന്ന് 500 രൂപയ്ക്ക് മൂന്ന് സാരി വെച്ചിട്ട് നിനക്ക് വാങ്ങി തന്ന കാലം ഓർമ്മയുണ്ട? അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്ലൗസ് ഫ്രീ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടും. അവിടുന്ന് ഈ ശ്യാമല് ഭൂമികയും ഋതുകുമാറും ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാ കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല? ഓർമ്മയില്ലല്ലോ. അപ്പൊ എനിക്ക് പത്മയെ ഓർമ്മയില്ല കേട്ടാ. അത് വിട്. ഇതെന്തേ കറ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയതാ. അന്ന് നിങ്ങൾ കൽക്കട്ടയിൽ വന്നപ്പോ ഒരു സാരി വാങ്ങിക്കൊണ്ട് തന്നില്ലേ? സർവസാചി മുഖർജി എന്ന് പറഞ്ഞോരെ ഓള കളർ ഇളകിയതാ. സർവസാചി മുഖർജി അല്ല, സഭ്യസാചി മുഖർജി. രണ്ടായാലും ഓള കളർ ഇളകിയതാ. അത് ഓള എടി, സഭ്യസാചി മുഖർജി ഇസ് എ മാൻ, നോട്ട് എ വുമൺ. ഓനാ? ഓളല്ല. ഓൻ. എന്നാലും കളറിളക ഒരു നീ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയ? അതിടാൻ പാടില്ലായിരുന്നു, കൈകൊണ്ട് തിരുമ്പണ്ടിനു. ഡ്രൈ ക്ലീൻ അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് കാട്ടിയൊന്ന് ശരിയാക്കിത്താ. നല്ലൊരു ഷർട്ട്. ഇത്ര വലിയ എൻ്റെ സാരി തിരുമ്പാൻ പറ്റൂലേ? ഇതാണ് എനിക്ക് 65,000 റുപ്യൻ്റെ സാരി വാങ്ങി തരരുതെന്ന് പറയുന്നത്. 65,000 റുപ്യക്ക് 65 സാരി വാങ്ങി 65 ദിവസം കൊടുക്കാനോ? ഇതിപ്പോൾ ഞാൻ എന്ത് കാട്ടിയിട്ട് പോക്കാനാ? So now, Anjana will wear a long floral dress, just up the knee. Short skirt for Rema. Wow. കുറച്ച് ടൈറ്റ്സ് ഒക്കെ കാണട്ടെ. അയ്യോ, അത് വേണോ? രഞ്ജി ചിലപ്പോൾ പ്രശ്നമാക്കും. എന്തു പ്രശ്നം? You have torn thighs. When you have it, flaunt it. True. ദേ എനിക്കേ ഫുൾ കവർഡ് എന്തെങ്കിലും മതി കേട്ടോ. മുടി മറയ്ക്കാത്തതിനേ പ്രശ്നം. Darling, I have a beautiful Versace denim for you. To go with a Valentino flowing top. ഒന്നും കാണില്ല. പോടാ. അല്ല, നിങ്ങൾ ആരുടെ കല്യാണത്തിന് ഒരുങ്ങുന്ന കാര്യം പറയുന്നേ? കല്യാണത്തിനോ? നീ പത്മയോട് പറഞ്ഞില്ലേ? ഇതൊരു സോഷ്യൽ സർവീസ് ഡ്രൈവാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? സോ ഞങ്ങളൊരു ബീച്ച്. വാട്ട് വാസ് ഇറ്റ്സ് നെയിം? ചപ്രാണം ചെല്ലാനം ഡി. യാ, ചെല്ലാനം. ആ ബീച്ച് ഞങ്ങളുടെ ക്ലബിലെ എല്ലാവരും ചേർന്ന് വൃത്തിയാക്കുന്നു. ഈ വർഷത്തെ മഴയിൽ ഇറ്റ് ഹസ് ബിക്കം സോ ഡേർട്ടി. ബീച്ച് വൃത്തിയാക്കാൻ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത്? പിന്നെ ബ്ലൗസും കയ്യിൽ എടുത്തിട്ട് പോകണം. Oh God. എനിക്ക് ഈ സ്യൂഡോ സോഷ്യലിസം കേൾക്കുമ്പോഴാ. ടെൽ ബി മീഡിയ പത്മ. 10 ആള് കാണുന്ന ഫംഗ്ഷനാണ്. ചുമ്മാ അതൊന്നുമല്ല, 5 ലക്ഷം കൊടുക്കുന്നുണ്ട് നമ്മൾ. അതൊന്നും ആർക്കും അറിയണ്ട. അത് നല്ല കാര്യ. ഐ എം സോറി പത്മ, ഐ കൈൻഡ് ഓഫ് ലോസ്റ്റ് ഇറ്റ്. സോറി. അത് സാരല്ല. യാ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ രവിശങ്കർ, അതെ. ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. ബട്ട് ഐ റിയലി നീഡ് ടു ടോക്ക് ടു യു. ഓക്കെ, കം. ഡോക്ടർ, ഐ എം എ പോൺ അഡിക്റ്റ്. എൻ്റെ ഡാഡി ഒരു പാസ്റ്ററാണ്. വെരി സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്ട്രിക്റ്റ്. ആക്ച്വലി പോണിലേക്ക് എന്നെ ഇനീഷ്യേറ്റ് ചെയ്തത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു അങ്കിളാണ്. അയാൾ ആ ഇടയ്ക്ക് അവിടേക്ക് താമസം മാറി വന്നതായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു ബി ഫ്രണ്ട്ലി. ഒരു ലോണർ, ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അയാൾ എനിക്ക് അയാളുടെ വീട്ടിലെ വൈഫൈയിലേക്ക് ആക്സസ് തന്നു. പിന്നെ ഹി സ്റ്റാർട്ടഡ് സെൻഡിങ് ദോസ് കൈൻഡ് ഓഫ് ലിങ്ക്സ്, യു നോ, ആ സൈറ്റ്സിൻ്റെ. പുള്ളി എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നു കൊടുത്തത്. ഐ വാണ്ടഡ് ടു റിബൽ അഗൈൻസ്റ്റ് മൈ ഡാഡ്. പുള്ളി പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന കാശിലാണ് ജീവിക്കുന്നതെന്നുള്ളൊരു ഗിൽറ്റ്. പിന്നെ ദ വേ ഹി ട്രീറ്റ്സ് മൈ മദർ. ഓഫ് കോഴ്സ് ഇവൻച്വലി ഹി ഡിമാൻഡഡ് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലെഷ്. ഈ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ ട്രാൻസ്ഫറായി ഗോവയ്ക്ക് പോയി. പക്ഷേ അയാളുണ്ടാക്കിയ ആ ഹാബിറ്റ്, ഇറ്റ് സ്റ്റേസ് വിത്ത് മീ. ദാറ്റ് അഡിക്ഷൻ ഇസ് കില്ലിങ് മീ.
എനിക്കറിയാം ഇറ്റ് വിൽ റൂയിൻ മൈ ലൈഫ്, മൈ മാരേജ്, എവ്രിതിങ്. ഞാനിപ്പോൾ വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നു. ബ്ലഡി ഓജീസ്, യു നോ ഓൾ ദിസ് കിങ്കി സ്റ്റഫ്. ഇങ്ങനെ പോയാൽ either I'll become a nymphomaniac or I will die. You will not die. You won't become a nymphomaniac. You know why? മറിയ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. മോളുടെ അഡിക്ഷൻ തിരിച്ചറിയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി യു ആർ ഓൾറെഡി ക്യൂർഡ്. പോണൊരു ഹെവിലി ബ്ലോട്ടഡ് അപ്പ് ലൈ ആണെന്ന് തനിക്കറിയാം. ആ അറിവാണ് മോളുടെ മരുന്ന്. എൻ്റെ ആവശ്യമില്ല. ശരി, ഏതാണ് ഇഷ്ടമുള്ള സബ്ജക്റ്റ്? I love maths. ആ അത് നന്നായി. അല്ലെങ്കിലും ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണല്ലോ. സൂപ്പർ, സെയിം ഹിയർ. നമുക്കൊരു കാര്യം ചെയ്യാം. വെൻ എവർ യു ഫീൽ ലൈക്ക് വാച്ചിങ് പോൺ, നമുക്ക് പസിൽസ് എക്സ്ചേഞ്ച് ചെയ്യാം. യു ടെക്സ്റ്റ് മീ, ഐ ടെക്സ്റ്റ് യു ബാക്ക്. വെരി ടഫ് വൺസ്. ഫൊഗെറ്റ് എവറിത്തിങ് എൽസ്. ഇത് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഡീൽ? Deal. ഗ്രേറ്റ്. വലിക്കാനും ലിബറേഷന്റെ മറയെന്തിന്? ഇതൊക്കെ ആര് തടയുന്നു? ഈ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും തട്ടുകേട് ഉണ്ടാവുമ്പോൾ മാത്രം ഇവളുമാർക്ക് ഇളകുന്ന ഒരു ഫെമിനിസം ഉണ്ടല്ലോ, ആ ഫെമിനിസത്തിനോടാണ് എല്ലാ കാലത്തും എനിക്ക് പുച്ഛം. ഇത് ഡോക്ടർ രവിയുടെ സുഹൃത്തല്ലേ? ആ അതെ, കോളേജിൽ ഒരുമിച്ച് പഠിച്ച. എ പ്രോളിഫിക് യൂട്യൂബർ. ഓരോ വീഡിയോസിനും 1 million+ ആണ് വ്യൂസ്. മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെജോറിറ്റി ഇതിലിരിക്കുന്നത്. ഈ ടോണിയുടെ വൈഫ് അമല, ഡാ നിനക്കറിയും, സെന്റ് ട്രീസാസിൽ നമ്മുടെ കൂടെ ചുരുണ്ട പൊടി പൂച്ചക്കണ്ണി അമല. ആ അമലയും അവരുടെ വീട്ടിലെ ആർക്കിടെക്റ്റും തമ്മിലൊരു സ്റ്റോമി അഫെയർ. ലോകം മുഴുവൻ അറിഞ്ഞിട്ട് ഇയാൾ അറിഞ്ഞിട്ടില്ല. വൺ ഡേ ഹി കോട്ട് എ പാൻസ് ഡൗൺ. ഒരു കുടുംബയോഗത്തിനിടയിൽ അവർ തറവാട് വീട്ടിൽ വെച്ചിട്ട് ചേട്ടനും ചേച്ചിയും കൂടെ മച്ചൻ്റെ മോളിൽ കയറിയതാ ഒരു ക്വിക്കിക്ക്. പഴയ വീടല്ലേ, മച്ച് പൊട്ടി താഴെ. അമലയും ആർക്കിടെക്റ്റും ഉടുതുണിയില്ലാതെ ഫുൾ ഫാമിലിയുടെ മുന്നിൽ എല്ലും പൊട്ടി. അന്ന് മുതലായി അയാൾ അത്ര സ്ത്രീ വിരോധിയായത്. അമലയുടെ എല്ല് പൊട്ടിയാ? പിന്നല്ലാണ്ട് ഫോളിങ് ഫ്രം ദറ്റ് ഹൈറ്റ് യാ. രണ്ടുപേരെയും ഫുൾ ടീമിന്റെ മുന്നിൽ കൂടെ ആ നിലവിളി ശബ്ദം ഇടൂന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും വർത്ത് ഇറ്റ് അല്ല. ഐ മീൻ മെന്റലി ഇൻവോൾവ് ആവുന്നത്. നമ്മൾ വിചാരിക്കും ഫോർ ലൈഫ് ഹ്യൂമറൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. നമ്മുടെ സ്മെല്ലും ടേസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഹ്യൂമർ സ്കൂട്ടാവാനുള്ള പ്ലാൻ ഇട്ട് തുടങ്ങും. സോൾമേറ്റിനെ കണ്ടെത്തി എന്നുള്ളൊരു ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കി ഇവന്മാർക്കൊക്കെ വാച്ചും പെർഫ്യൂമും വാങ്ങാനും ഇവൻ്റെ ഒക്കെ ഭാര്യമാർക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനും ഇവൻ്റെ ഒക്കെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാനും എന്തൊക്കെ കോമഡികളാ. ലാസ്റ്റ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ സൈഡിലൂടെ വളച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ബാക്ക് ടു ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ടൊരു ഷോ വേറെ. അത് വിട് തന്നെ, കഴിഞ്ഞതല്ലേ, പോട്ടെ. അല്ല ശരിക്കും ഇവിടെ എന്താ പ്രശ്നം? ഇത്രയ്ക്കൊക്കെ കുഴപ്പമുണ്ടോ ഇവിടെ ജീവിച്ചു പോവേ?